സാർ നമസ്കാരം. നമസ്കാരം. പാലക്കാട് പേടിക്കാനില്ലാത്തത് ആർക്കാണ്? ശരിക്കു പറഞ്ഞാൽ പേടിക്കാൻ മൂന്ന് വിഭാഗത്തിനും പേടിക്കാനുണ്ട്. UDF-നും LDF-നും BJP മുന്നണിക്കും ഒരുപോലെ പേടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാട്. പേടിക്കാനില്ല എന്ന് പറയുന്നത് ഏറ്റവും കുറവ് പേടിക്കാനുള്ളത് ഇടതുപക്ഷങ്ങൾക്കാണ്. കാരണം സരിൻ എന്ന് പറയുന്നയാൾ കോൺഗ്രസിൽ നിന്ന് വന്ന കാൻഡിഡേറ്റ് ആണ്. ഇടതുപക്ഷ മുഖമല്ല. അദ്ദേഹം ഞങ്ങളൊരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെട്ടു, നീ മൂന്നാം സ്ഥാനത്തേ വന്നുള്ളൂ എങ്കിൽ പോലും പറഞ്ഞു നിൽക്കാൻ കഴിയും. ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്താണ്, ഒരിക്കൽ കൂടെ മൂന്നാം സ്ഥാനത്താണ്. ഞങ്ങളെ നില മെച്ചപ്പെടുത്തി ഒരു 40,000 വോട്ടുമായി 38,000 ഇരുന്നത് 40,000 2,000 വോട്ട് അധികം കിട്ടി, അല്ലെങ്കിൽ 42,000 വോട്ട് നേടി ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായി എന്ന് പറഞ്ഞാൽ പോലും മുഖം രക്ഷിക്കാനാവും. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായി പാലക്കാട്ടെ ഫലം കാണില്ല. ചേലക്കര അങ്ങനെയല്ലെന്ന് ഓർക്കണം. അത് നിൽക്കട്ടെ അവിടെ. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു. ആദ്യ പ്രാവശ്യം 6,000-ഓളം വോട്ടിന്, രണ്ടാം പ്രാവശ്യം വളരെ 16,000 വോട്ടിൽ പരം വോട്ടിനും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3,856 വോട്ടെന്ന വെയ്ഫർ മാർജിനിൽ ജയിച്ചു വന്നു. കഠിനമായ പോരാട്ടമായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് ഇതൊരു അഭിമാന പ്രശ്നമാണ്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ജയിച്ചേ തീരൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് എന്ന ആരോപണത്തിന് മറുപടി കൊടുത്തെങ്കിലേ പറ്റൂ. അല്ല എങ്കിൽ ഒരുപാട് തലകൾ കോൺഗ്രസിനുള്ളിൽ ഉരുളുമെന്നുള്ളതാണ് വാസ്തവം. BJPക്ക് അങ്ങനെയല്ല. ഭാരതീയ ജനതാ പാർട്ടി 5 സ്റ്റാർ സ്റ്റേറ്റസ്, അല്ലെ, സ്റ്റാർ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല, 5 നക്ഷത്ര സ്റ്റേറ്റസ് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ മണ്ഡലം. ജൈവികമായ വളർച്ച BJPക്ക് കേരളത്തിൽ ലഭിക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ്. നേമം സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അതുപോലെ മഞ്ചേശ്വരം, കാസർഗോഡ്. പക്ഷെ മഞ്ചേശ്വരത്തും കാസർഗോഡും റിവേഴ്സ് പോളറൈസേഷൻ ഉണ്ടാകും. പാലക്കാട് അങ്ങനെയല്ല. വിന്നബിലിറ്റി ഉള്ള മണ്ഡലമാണ്. BJP മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്. പക്ഷെ അവിടെ C കൃഷ്ണകുമാർ എന്ന ചിരപരിചിതനായ, പാലക്കാട്ടുകാർക്ക് പരിചിതനായ സൗമ്യമുഖം വലിയ പ്രതീക്ഷയാണ് ഉയർത്തുന്നത്. പക്ഷേ ശ്രീധരൻ അല്ല C കൃഷ്ണകുമാർ എന്നത് ഉറപ്പായി നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ BJP സടകുടഞ്ഞെഴുന്നേറ്റ സിംഹമാണ് അവസാന ഘട്ടത്തിൽ. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞു പോക്ക് BJPയുടെ സംഘടനാ സംവിധാനത്തെയും RSSന്റെ മെഷീനറിയെയും ഉണർത്തിയെടുത്തത് കൊണ്ട് അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഉർവശി ശാപം ഉപകാരമെന്ന് BJP ചിന്തിക്കുന്നു. പക്ഷെ അത് മതിയാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പാലക്കാട് നഗരസഭയിൽ ശ്രീധരൻ ലഭിച്ച 6,800 പരം വോട്ടിന്റെ മേൽക്കൈ നിലനിർത്തുകയും മാത്തൂർ, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളിൽ ഒരു ചെറിയ നേട്ടം കൈവരിക്കുകയും, ഭൂരിപക്ഷം കിട്ടില്ല, അത് UDF LDF മണ്ഡലങ്ങളാണ്. പക്ഷെ അവിടെ ആ പഞ്ചായത്തുകളിലെങ്കിലും സാമാന്യ നില മെച്ചപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ കൃഷ്ണകുമാറിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് 3 കൂട്ടരും വിജയം അവകാശപ്പെടുമ്പോഴും ന്യായമായ പ്രതീക്ഷകൾ BJPയിലേക്കും കോൺഗ്രസിലേക്കും തന്നെയാണ്. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരസഭ മേഖലകളിൽ 34,000+ വോട്ട് പിടിച്ചിരുന്നു. ഇക്കുറി എന്ന് പറയുന്നത് ഈ പിരായിരി ഒക്കെ അവിടെ ആ UDFന് മേൽക്കോയ്മയുള്ള 2 മണ്ഡലങ്ങളിലും കണ്ണാടിയിലും ആ അതിർത്തി പ്രദേശമായ കണ്ണാടിയിലും ഇവിടെ വലിയ തോതിൽ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ട് കാലങ്ങളായി. അത് ഒരുപക്ഷെ CPM ചിഹ്നം കിട്ടാത്തതുകൊണ്ടായിരിക്കാം കണ്ണാടിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എങ്കിലും അത് കുറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് നഗരസഭയിൽ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ആ കൂടിയതിൽ BJP പ്രതീക്ഷ അർപ്പിക്കുന്നു, കുറഞ്ഞതിലും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇവിടെ അവർ മറ്റവരുടെ വോട്ട് കുറഞ്ഞതിലും. കൂട്ടത്തിൽ ഈ സന്ദീപ് വാര്യൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പെട്ടെന്നൊരു ഉണർവ് BJP വിഭാഗത്തിൽ ലഭിക്കുകയും ചെയ്തു. ഇപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ ഇത് പിന്നെ ഈ നമ്മുടെ മുനമ്പം ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വോട്ട് ഈ വഴിമാറി നടക്കാൻ ക്രിസ്ത്യൻ സമുദായം ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ഫാക്ടർ എല്ലാം കൂടി വെച്ചിട്ട് ഇത് BJPക്ക് അനുകൂലമായി വരില്ലേ? BJPക്ക് അനുകൂലമായി വരണമെങ്കിൽ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു കണക്കുകൂട്ടൽ കൂടി വേണ്ടി വരും. അവസാന നിമിഷമാണെന്ന് ഓർക്കണം. വോട്ടെണ്ണലിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നോർക്കണം. അവിടെ കൂട്ടലും കിഴിക്കലും എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ശരാശരി 75% കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പോളിംഗ്. ആ പോളിംഗ് ശതമാനം 71% മേലെ നിൽക്കുന്നു. അത് അന്തിമ കണക്കിൽ പോസ്റ്റൽ ബാലറ്റ് കൂടി കൂട്ടുമ്പോൾ ഒരുപക്ഷെ 72% എത്താം. എങ്കിലും അവിടെ ഒരു 3% കുറവുണ്ട്.
പാലക്കാട് നഗരസഭയിലും കുറവുണ്ട്. കൂടുതലല്ല ഉണ്ടായിരുന്നത്, നഗരസഭയിലും കുറവുണ്ട്. അങ്ങനെയെങ്കിൽ 6800 വോട്ടിന്റെ ഭൂരിപക്ഷം BJP സ്ഥാനാർത്ഥി E. ശ്രീധരന് 2021 ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ ഭൂരിപക്ഷത്തിൽ ആനുപാതികമായ കുറവ് അവിടെ BJPക്ക് വരാം. അങ്ങനെ BJPക്ക് കുറവ് വന്നാൽ പിരായിരി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും കൂടെ, ഇടതുപക്ഷത്തിനും BJPക്കും കൂടി ലഭിച്ച വോട്ടുകളുടെ ഏതാണ്ട് അത്രയും എണ്ണം വോട്ട് ഷാഫി പറമ്പിൽ ഒറ്റയ്ക്ക് 2021 പിടിച്ചു എന്ന് ഓർക്കണം. അവിടെ BJPക്ക് മേൽക്കൈ ലഭിക്കില്ല എങ്കിൽ പോലും നന്നായി ഒരു 1500 വോട്ടിന്റെ എങ്കിലും കൂടുതലായി പിരായിരി പഞ്ചായത്തിൽ BJPക്ക് ലഭിക്കുകയും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിൽ നില നന്നായി മെച്ചപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ മാത്രമേ BJPക്ക് ഈ പറയുന്ന സാധ്യത ഉണ്ടാവൂ. ഈ ഷാഫിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം നല്ല ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അദ്ദേഹം ഇട്ടിട്ട് അവിടെ നിന്ന് തന്നെ 22% മുസ്ലിങ്ങളാണ് പാലക്കാട് ആകമാനമുള്ളത്. തിരിച്ചറിയ നമ്പർ അല്ല. അതിൽ ഒരു മൃഗീയ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ അത് ഷാഫിക്ക് പോയ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഇക്കുറി ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ അത് മുഴുവൻ UDFന് കിട്ടുമെന്ന് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? അവിടെ ഇത് വളരെ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകിച്ച് മുനമ്പം വിഷയം ഇവിടെ നിൽക്കുന്നു. ഇത് മാത്രമല്ല മുസ്ലിം ജനസാമാന്യത്തെ ഈ സന്ദീപ് വാര്യരുടെ വരവ് കാരണം അതിനുള്ളിൽ ഒരു ആശയക്കുഴപ്പം, അൺലീഷിംഗ് കാറ്റ് എമംഗ് ദി പിജിയൻസ് എന്ന് പറയും, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വിതയ്ക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി വളരെ വലിയ ശ്രമമാണ്. അതാണ് പത്രപരസ്യം ഉൾപ്പെടെ സ്വരാജിലും സുപ്രഭാതത്തിലും പത്രപരസ്യം ഉൾപ്പെടെ സന്ദീപ് വാര്യരുടെ മുൻ പ്രസ്താവനകളെല്ലാം ചേർത്തുകൊണ്ട് സന്ദീപ് വാര്യരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടും കോൺഗ്രസിന് അതിന്റെ സന്ദീപിനെ ചുമക്കുന്നതിന്റെ പാപഭാരം കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും ചുമലിൽ കെട്ടിവെച്ചുകൊണ്ടും നടത്തുന്ന പ്രചരണം ഏശിയിട്ടുണ്ട് എങ്കിൽ, ഒരു ഭാഗികമായി ഏശിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം വോട്ടിൽ ചെറിയ ഒരു വിള്ളല് സംഭവിക്കാം. മുസ്ലിം വോട്ട് ഒരിക്കലും BJPക്ക് പോകില്ല എന്ന സാമാന്യ തത്വം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടിന്റെ ഒരു 5 മുതൽ 10% വരെ P. സരിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടാൽ അവിടെ ഒരു ചെറിയ ആശങ്കയ്ക്ക് വകയുണ്ട്. പക്ഷേ അങ്ങനെയല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാൽ ഇതിന് പുറമെ പാലക്കാട് മണ്ഡലത്തിന് പുറമേയുള്ള ചില കാരണങ്ങളുണ്ട്. EP ജയരാജൻ ഈ RSS നേതാക്കളുമായി സംസാരിച്ചു എന്നതിന് ഏതാണ്ട് സ്ഥിരീകരണം തന്നെ ഉള്ള സ്ഥിതിക്ക് അത് വെറും കെട്ടുകഥയല്ല എന്നത് ജനസാമാന്യം, കേരളത്തിലെ പൊതുജനം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ അത് മാത്രമല്ല, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ADGP അജിത് കുമാറിനെ ഉൾപ്പെടെ വിട്ടുകൊണ്ട് RSSന്റെ സമുന്നതരായ നേതാക്കളുമായി സംസാരിച്ചു എന്ന് വരുമ്പോൾ അവിടെ സംശയത്തിന്റെ മുന, മുസ്ലിം സമുദായത്തിന്റെ സംശയത്തിന്റെ മുന പിണറായി വിജയനിലേക്കും മുഖ്യമന്ത്രിയിലേക്കും ഒക്കെ നീളുന്ന സ്ഥിതിക്ക് തീർച്ചയായും അങ്ങനെ കണ്ണുമടച്ച് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞ 3 വർഷം മുൻപത്തെ അവസ്ഥയല്ല ഇപ്പോൾ. അതുകൊണ്ട് മുസ്ലിം ജനസാമാന്യ ഷാഫി പറമ്പിലിന് നൽകിയ കലവറയില്ലാത്ത പിന്തുണയുടെ ഒരു 90% രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപക്ഷെ കഴിയും. മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനവും ഷാഫി പറമ്പിലിന്റെ പ്രസ്റ്റീജ് മത്സരം കൂടിയ, ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഷാഫി പറമ്പിലിന് വേണ്ടി മത്സരിക്കുന്നു എന്ന പഴി കേൾക്കുന്നയാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് തന്നെ സ്വാംശീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ചെറിയ തോതിൽ P. സരിൻ, അതുകൊണ്ടാണ് P. സരിൻ ഒരുപക്ഷെ നില മെച്ചപ്പെടുത്തിയേക്കാം. 3ാം സ്ഥാനത്ത് മാത്രം വരും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് കുറച്ച് നഷ്ടപ്പെട്ട അടിത്തറ ഭാഗികമായി തിരിച്ചു പിടിക്കുന്ന ഇടതുപക്ഷത്തെയും അവിടെ കാണാം. അപ്പോൾ ഈ 3 വിഭാഗത്തിൽ BJPയിലുമുണ്ട്, കോൺഗ്രസിലുമുണ്ട്, CPM അതൃപ്തരായ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് ആരാണ് തീരുമാനിക്കുന്നതിൽ പോലും BJPയിലെ വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മുടെ മാഹുകൂട്ടത്തിൽ കേസിൽ അതുണ്ടായിരുന്നു, മറുഭാഗത്തും ഉണ്ടായിരുന്നു. പിന്നെ ഏത് അതൃപ്ത വിഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ റിസൾട്ടിനെ ബാധിക്കുന്നത്? നല്ലൊരു ആംഗിളാണ് അത്. ഈ CPMലെ അതൃപ്ത വിഭാഗം അത് ന്യായമാണ്. CPMനൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല. CPMന്റെ ഒരു കുത്തക മണ്ഡലം അല്ലെങ്കിൽ നല്ല ചുവന്ന മണ്ണായിരുന്നു പാലക്കാട് മണ്ഡലത്തെ കുറിച്ചല്ല, പാലക്കാട് ജില്ല. പക്ഷേ അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ അനുയായികൾക്കും കോർ CPM വോട്ടേഴ്സിനും ഉണ്ടാകുന്ന ഒരു വലിയ ഉണർവ്, ആ ഉണർവ് സാധിക്കുന്നില്ല. പക്ഷെ സരിൻ എന്ന വ്യക്തിയുടെ ഒരു മാസ്മരിക പ്രഭാവമുണ്ട്. അദ്ദേഹം ഒരു ഡൈനമിക് പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ചടുലമായ ചലനങ്ങൾ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം, കാലുമാറ്റക്കാരൻ എന്ന പേരുദോഷം ഉണ്ടെങ്കിൽ പോലും ഒരു സിവിൽ സർവീസിൽ ഒരു മിടുക്കനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കഴിവിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. എടുത്തുചാട്ടം എന്ന കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം പൊതുസ്വീകാര്യം തന്നെയാണ്, ഇല്ല എന്ന് പറയാനാവില്ല.
പക്ഷേ ആ ഒരു ബലം പോരാ. അതുകൊണ്ട് അതൃപ്തി ഉണ്ടാകും. തങ്ങളിൽ ഒരാളെ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യാനാണോ ഞങ്ങളുടെ വിധി? ഈ പുറത്തുനിന്ന് ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് കളിച്ച ഒരാൾ, ഞങ്ങൾക്കെതിരെ കമന്റ് ഇട്ട് അർമാദിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിനെ ചുമലിൽ ചുമക്കാൻ സംഘടനാ തത്വം അനുസരിച്ച് ഞങ്ങൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും പി സരിൻ ജയിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കില്ല. അതുകൊണ്ട് അവിടെ അതൃപ്തിയുണ്ട്. ഒന്ന്. രണ്ട്, കോൺഗ്രസ് പാർട്ടിയിലെ അതൃപ്തി. അത് എക്കാലത്തും പരസ്യമായ രഹസ്യമാണ്. എക്കാലത്തും കോൺഗ്രസ് പാർട്ടി അധികാരമോഹികളുടെ പാർട്ടിയാണ്. അവിടെ ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങിയില്ല. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഏത് വലിയ മുത്തുപൊട്ടൽ വന്നാലും ശരി, അവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് പടലപിണക്കങ്ങൾ ഉണ്ടാകും. അതിനകത്ത് സരിനെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ പോലും വലിയ തോതിൽ പടൽപിണക്കം ഉണ്ടാകും. അവരാഗ്രഹിച്ചത് സരിനെ അല്ലല്ലോ, അവരാഗ്രഹിച്ചത് DCC ആഗ്രഹിച്ചത് ശ്രീ കെ മുരളീധരനെയാണ്. അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നത് വിഷയമല്ല. കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേരിൽ വലിയ തോതിലുള്ള പടലപിണക്കങ്ങളുണ്ട്. ഇവിടെ BJP ആണ് ഇക്കാര്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നത്. BJPയിൽ കടുത്ത അതൃപ്തിയുണ്ട്. BJP വളരും തോറും പിളരുകയല്ല, മറിച്ച് അതൃപ്തിയുടെ തോതും അതുപോലെ തന്നെ BJP ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ നിൽക്കുകയാണ്. BJP അവിടെ ശ്രീ കൃഷ്ണകുമാർ എന്നത് സ്വീകാര്യനായ ആളാണ്, സംശയമില്ല. കൃഷ്ണകുമാറിന്റെ ഭാര്യ സംഘടനയ്ക്കുള്ളിൽ അത്ര സ്വീകാര്യയായ ആളും അല്ല എന്ന് സംഘടനാ പ്രവർത്തകർക്ക് വ്യക്തിപരമായ ചില റിസർവേഷൻസ് ഉണ്ട് ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാര്യയെക്കുറിച്ച്. അപ്പൊ സീസറിന്റെ ഭാര്യ സംശയത്തിനും ഒക്കെ അതീതമായിരിക്കണം എന്ന നിലപാട് നോക്കുമ്പോൾ കൃഷ്ണകുമാറിന് അവിടെ ഒരു അഖിലധീല സംഭവിക്കാം സ്വാഭാവികമായി. അത് മാറ്റി നിർത്തി ഈ സന്ദീപ് വാര്യരുടെ ഒരു ഭാഗം, സന്ദീപ് വാര്യർ റെപ്രസെന്റ് ചെയ്യുന്നത് അതൃപ്തരായ ഒരു വിഭാഗത്തെയാണ് എന്ന് ഭംഗ്യാന്തരേണ പറയാമായിരുന്നു. പക്ഷേ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന് അതുവരെ താൻ പ്രതിനിധാനം ചെയ്ത എല്ലാ ആശയങ്ങളെ പോലും ശ്രീ നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നു, BJPയുടെ രീതികളെ തള്ളിപ്പറയുന്നു, സംസ്ഥാന നേതൃത്വത്തെ തള്ളിപ്പറയുന്നു, ആദർശം അദ്ദേഹം പുലർത്തിയിരുന്ന ആശയങ്ങളെ തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ അത് BJPയുടെ ആണികൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. സ്വാഭാവികമായ മറ്റ് വൈജാത്യങ്ങൾ മാറ്റി നിർത്തി BJPയുടെ സംഘടനാ സംവിധാനം ഒന്നിക്കുന്ന, കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയും കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത് പടലപിണക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ശോഭാ സുരേന്ദ്രൻ പോലും ഹാപ്പി അല്ലായിരുന്നു. സംസ്ഥാന തലത്തിൽ പോലും റിബൽ എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ശ്രീ കെ സുരേന്ദ്രനും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് പോവില്ല അങ്ങനെ നോക്കുമ്പോൾ, ആസ് എ തം റൂൾ. പക്ഷെ അവിടെ കലവറയില്ലാത്ത പിന്തുണ ശോഭാ സുരേന്ദ്രൻ എന്ന ഗ്ലാമർ പ്രചാരകയാണ്. അപ്പൊ അവരുടെ പോലും പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ BJPക്ക് ഈ വിഘടനത്തിന് ഇദ്ദേഹത്തിന് ആരെയും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ശ്രീ സന്ദീപ് വാര്യർ പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മാതാവ് കടന്നു വരുന്ന സമുദായം അല്ലെ, ആ ഒരു സമുദായത്തിന്റെ പിൻബലം 15,000-ഓളം വോട്ടാണ് ഉള്ളത് മൂത്താൻ സമുദായത്തിന്. ഈ 15,000 വോട്ടിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് അടർത്തിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാവുമല്ലോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നാടകീയമായി സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത്. പക്ഷെ ആ മൂത്താൻ സമുദായത്തിന്റെ സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ശക്തി പ്രകടന സമയത്ത്, കുട്ടിക്കലാശ സമയത്ത് BJPയുടെ പാളയത്തിൽ ഉണ്ടായിരുന്നു, ചേരിയിൽ പ്രകടമായി വിസിബിൾ ആയിരുന്നു. അതവിടെ മൂത്താന്തര ഭാഗത്തൊക്കെ BJPയുടെ ശക്തി ക്ഷയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് മതിയാവുമോ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് എന്നത് മറ്റൊരു ചോദ്യം തന്നെയാണ്. അതായത് അതൃപ്തമായ വിഭാഗം അത് ആരെ എപ്പോ സഹായിക്കുന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ BJPയുടെ അതൃപ്തമായ വിഭാഗം അവിടെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. BJPക്ക് അനുകൂലമായി തന്നെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. കോൺഗ്രസിലെയും CPM-നെയും അതൃപ്തമായ വിഭാഗം ഒരു പരിധിവരെ അതൃപ്തി തുടർന്ന കാഴ്ച കണ്ടു. ഇനി നമുക്ക് ചേലക്കരയും വയനാടും കൂടി ഒന്ന് പെട്ടെന്ന് ഓടിപ്പോയ സമയത്തിന്റെ പ്രശ്നമുള്ളൂ. അപ്പോ ചേലക്കര വയനാട് നമുക്കിപ്പോ ഏതാണ്ട് ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ബാധിക്കുക എന്നുള്ളത് അവിടെ നിൽക്കുന്നു. കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞിനും പ്രവചിക്കാവുന്ന ഫലമാണ് വയനാട് വരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാ, അത് മാത്രമാണ്. അപ്പൊ അത് കഴിഞ്ഞ തവണത്തിൽ കുറയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു വിഷയം. അത് കൂടാനുള്ള സാധ്യത ഇപ്പൊ കാണുന്നില്ല സാഹചര്യം വെച്ച് നോക്കുന്നു. എങ്കിൽ പോലും അത് അങ്ങനെ ആയിക്കട്ടെ. പിന്നെ ചേലക്കര, ഈ രണ്ടും കൂടി നമുക്ക് പെട്ടെന്ന് വയനാട് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള, പ്രിയങ്ക ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഉദ്ദേശം നടക്കില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. പ്രിയങ്ക ഗാന്ധി നല്ല ഭൂരിപക്ഷം ജയിക്കും. ആ നല്ല എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്ന നല്ല ഭൂരിപക്ഷം 5 ലക്ഷമാണ്. വലിയ ആവേശ കമ്മിറ്റിക്കാർ പറഞ്ഞു 6 ലക്ഷം വരെ ഭൂരിപക്ഷം. അവിടെ നമ്പേഴ്സ് ഉണ്ടാകണമല്ലോ.
കേവലം രാഹുൽ ഗാന്ധിക്ക് 4,31,000 വോട്ട് ലഭിച്ച 2019 ഭൂരിപക്ഷം ലഭിച്ച 2019 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് എന്ന് പറയുന്നത് 11 ലക്ഷത്തോളം 10,90,000 പരമാണ്. അവിടെയാണ് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിച്ചത്. പോളിംഗ് ശതമാനം കുറഞ്ഞു. അന്ന് ഉണ്ടായിരുന്ന 80% നിന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 72 കുറയുന്നു. ആ കുറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിനും ഇടിവ് സംഭവിച്ചു. അത് കേവലം 3,64,000 67,000 മറ്റുമായി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്ന കാഴ്ച കണ്ടു. അങ്ങനെ കുറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ എത്രയാണ് വോട്ടിംഗ് ശതമാനം? 64%. അപ്പോൾ സ്വാഭാവികമായി ഉള്ള വോട്ടല്ലേ എടുക്കാൻ പറ്റും. എത്രയെല്ലാം തിരുമ്മി കൂട്ടിയാലും ഇത്രയ്ക്കിത്ര വോട്ടല്ലേ വരൂ. അങ്ങനെ വരുമ്പോൾ 3,70,70,000 പരം വോട്ടുകൾ എന്നത് തന്നെ ഒരു ഓപ്റ്റിമിസ്റ്റിക് കണക്കാണ്. 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം തീർച്ചയായും ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാവും എന്നതിന് അത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അതുപോരാ. ചേലക്കരയിലേക്ക് വന്നാൽ അപ്പം ഭൂരിപക്ഷം മാത്രമാണ്. മറ്റാര് രണ്ടാം സ്ഥാനത്ത് ആര് എന്നതിന് തർക്കമൊന്നുമില്ല. അത് LDF സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. 3-ാം സ്ഥാനത്ത് തീർച്ചയായിട്ടും BJP സ്ഥാനാർത്ഥിയാണ്. 3-ാം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥിക്ക് കെ സുരേന്ദ്രൻ അന്ന് പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുമോ അതോ കുറവായിരിക്കുമോ? BJPക്ക് വളർച്ചയുണ്ട്, അത് വേണമെങ്കിൽ അക്കാഡമിക് ചോദ്യമാണ്. അതുപോലെ 2-ാം സ്ഥാനത്ത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ആനി രാജയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമോ? ഇത് മാത്രമാണ് ചോദ്യം. അപ്പൊ അത് അപ്രസക്തം. എന്നാൽ ചേലക്കര സംസ്ഥാന സർക്കാരിന്റെ അടിത്തറ തന്നെ ഇളക്കി മറിക്കാൻ പര്യാപ്തമായ വിധിയാണോ ചേലക്കര കാത്തു നിൽക്കുന്നത്? അതൊരു ചോദ്യമാണ്. ചേലക്കരയിൽ നമുക്കറിയാം LDFന്റെ അടുത്ത കാലത്ത് കുത്തക മണ്ഡലം എന്ന് പറയാം. 96-ന് ശേഷം ചുവപ്പ് നിറം ഉപേക്ഷിച്ചിട്ടില്ല ചേലക്കരക്കാർ. സ്ഥാനാർത്ഥി ഒരിക്കൽ കെ രാധാകൃഷ്ണൻ 5 തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചു. ആദ്യമൊക്കെ 2,000 വോട്ട് 3,000 വോട്ടിന് ജയിച്ചു വന്നു. 96-ലും 2001-ലും കെ ബാലകൃഷ്ണന്റെ കോൺഗ്രസ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി. അത് ചേലക്കര കടുത്ത ഇടതുപക്ഷ മണ്ഡലമാണെന്ന് പറയാനാവില്ല ചരിത്രപരമായി. എന്നാൽ സമീപകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ശക്തമായ മേൽക്കൈ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ 39,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നേടിയത്. ആ ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാണ്. അദ്ദേഹത്തിന് തന്നെ എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ചു. അതിന് മുൻപത്തെ 2016 തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ടിന് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി UR പ്രദീപ് ഇടതുപക്ഷത്തിൽ കൂടി പാറിച്ചു. അതെല്ലാം നോക്കുമ്പോൾ കണക്കുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പക്ഷേ ഇപ്രാവശ്യം കളം വ്യത്യാസമാണ്. ആന്റി ഇൻകംബൻസി അളക്കാനുള്ള ഏക മണ്ഡലം അത് പാലക്കാടല്ല. അവിടെ നറേറ്റീവ് വേറെയാണ്. വയനാടല്ല, അവിടെ ഈ നറേറ്റീവ്. പക്ഷേ ചേലക്കരയിലാണ് സംസ്ഥാന ഭരണത്തിന്റെ ഉരകല്ല് സംഭവിക്കുന്നത്. ചേലക്കരയാണ്. അങ്ങനെയെങ്കിൽ ചേലക്കര ഏതെങ്കിലും കാരണവശാൽ ശ്രീമതി രമ്യ ഹരിദാസ് എന്ന മുൻ MP പരാജയപ്പെട്ട ആലത്തൂർ മണ്ഡലത്തിൽ 20,000 വോട്ടിന് കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ട രമ്യ ഹരിദാസ് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനും CPM-നും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അതിനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. കണക്കുകൾ UR പ്രദീപിനോടൊപ്പമാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസ് നല്ല ഫൈറ്റാണ് കാഴ്ചവെച്ചത്. ഇവിടെ അൻവർ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അൻവർ നിർത്തിയ ശ്രീ സുധീരമായി തന്നെ വോട്ട് പിടിച്ചു എങ്കിൽ, ഒരു 10,000-ലധികം വോട്ടിലേക്ക് സുധീർ നീങ്ങുന്നു എങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുണ്ട്. അത് രമ്യ ഹരിദാസിന് ലഭിക്കാവുന്ന വോട്ടുകൾ തന്നെയാകും നഷ്ടപ്പെടുന്നത്. വേണമെങ്കിൽ PV അൻവർ ഇടതുപക്ഷ MLA ആയിരുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം മാന്തിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടുകളായ UDF-ന് ലഭിക്കേണ്ട വോട്ടുകളായതുകൊണ്ട് അങ്ങനെ വരാം. പക്ഷേ ഒരു 5,000-ൽ താഴെ വോട്ട് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ DMK സ്ഥാനാർത്ഥിക്ക്. അതുകൊണ്ട് അതൊരു ഫാക്ടറാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ 5,000 വോട്ട് പോലും നിർണായകമാകാം. 1,500 വോട്ടിനാണ് അന്തിമ വിജയം കുറിക്കപ്പെടുന്നതെങ്കിൽ DMK സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടും അവിടെ നിർണായകമാകാം. BJP എത്രത്തോളം നില മെച്ചപ്പെടുത്തുന്നു എന്നതും അവിടെ ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ചേലക്കര തന്നെയാണ് CPM അല്ലെങ്കിൽ സർക്കാർ ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നൊന്നും പറയാനില്ല. ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും ഇപ്പോൾ PT തോമസ് മരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഭാര്യ ഉമ തോമസ് ജയിച്ചു വരുന്നു. സ്വാഭാവികം. തൃക്കാക്കര. അതുപോലെ ഉമ്മൻചാണ്ടി മത്സരിച്ചെടുത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ ജയിച്ചു വരുന്നു. സ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു നറേറ്റീവ് അല്ല
ചേലക്കരയിൽ സ്വന്തം കയ്യിലിരുന്ന സീറ്റാണെന്ന് ഓർക്കണം. അതും 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്ന് ഒരു കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാനുള്ള അന്തരീക്ഷം ചേലക്കരയിൽ ഉണ്ടെങ്കിൽ അത് ഈ സംസ്ഥാന വ്യാപകമായ ഒരു അതൃപ്തിയുടെ റിഫ്ലക്ഷനായി കരുതും. അതാണ് സംഭവം. എന്തായാലും 10 മണിക്കൂറുകൾ അത് തിരിച്ചറിയാം. അപ്പോൾ കാണാം.